നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് SFIOയുടെ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണയുടെ കമ്പനിയുമായി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട കമ്പനി നിയമപ്രകാരമായിരുന്നു ഈ നോട്ടീസ് അയച്ചത്. നിർദ്ദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടിയെടുക്കും. മറ്റൊരു വിഷയം കൂടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. മനോരമയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCയുടെ നോമിനി ഡയറക്ടർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം സിറ്റിംഗ് ഫീസിന് പുറമെ ശമ്പളവും നൽകിയെന്ന് CMRL കമ്പനി പറയുന്നു. എന്നാൽ നൽകിയിട്ടില്ലെന്ന് KSIDC വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയും നൽകുന്നു. കള്ളം പറയുന്നത് CMRLന്റെ വാർഷിക റിപ്പോർട്ടാണോ KSIDCയുടെ വിവരാവകാശ രേഖയാണോ എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നില്ല. CMRLൽ പേരിനൊരു ഓഹരി പങ്കാളിത്തമേ ഉള്ളൂവെന്നും നോമിനി ഡയറക്ടർ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടാറില്ലെന്നുമാണ് കോടതിയിലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് മുൻപിലും KSIDCയുടെ വാദം. ഇത് പൊളിക്കുന്നതാണ് CMRL വാർഷിക ജനറൽ ബോഡിയിൽ വെച്ച 2022-23 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട്. അക്കാലത്ത് നോമിനി ഡയറക്ടറായിരുന്ന R രവിചന്ദ്രന് ശമ്പളമായി 9.21 ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി 5 ലക്ഷം രൂപയും നൽകിയെന്ന റിപ്പോർട്ടിലെ 53-ാം പേജിൽ പറയുന്നു. ഇക്കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KSIDCയുടെ ജനറൽ മാനേജർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ നോമിനി ഡയറക്ടർ എന്ന നിലയിൽ CMRLൽ നിന്ന് ശമ്പളം പറ്റിയെന്ന് തെളിയിക്കുന്നതാണ് വാർഷിക റിപ്പോർട്ട്. 2022-23 KSIDC ഇദ്ദേഹത്തിന് ശമ്പളമായി 22.27 ലക്ഷം രൂപയാണ് നൽകിയത്. 2018 ഫെബ്രുവരി മുതൽ 2023 ജൂലൈ വരെ നോമിനി ഡയറക്ടറായിരുന്ന രവിചന്ദ്രന് CMRL സിറ്റിംഗ് ഫീസായി ആകെ 18 ലക്ഷം രൂപ നൽകിയെന്നും ഈ തുക KSIDCയുടെ അക്കൗണ്ടിലാണ് ലഭിച്ചതെന്നും മറുപടിയിലുണ്ട്. KSIDCയിൽ നിന്ന് വിരമിച്ചതിന് തൊട്ടടുത്ത മാസം ഈ ഉദ്യോഗസ്ഥനെ CMRL സ്വതന്ത്ര ഡയറക്ടറായി നിയമിച്ചിരുന്നു. അതേസമയം SFIO നോട്ടീസ് ലഭിച്ച ചില കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾ സമർപ്പിക്കാൻ. എക്സോലോജിക് സൊല്യൂഷൻസും KSIDCയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് SFIO തുടർ നടപടികളിലേക്ക് കടന്നത്. കേരളത്തിൽ മാത്രം 12 സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയും ഇതിലുണ്ട്. എക്സോലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ SFIO പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത്. എക്സോലോജിക്കുമായി എന്തുതരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം. വീണയുടെ കമ്പനിയിൽ നിന്നും എന്ത് സേവനമാണ് ലഭിച്ചത് എന്നറിയാനാണ് നീക്കം. കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും സേവനം നൽകാതെ പണം എക്സോലോജിക് കൈപ്പറ്റിയെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് മറ്റ് കമ്പനികളോടും ചോദ്യം ചോദിക്കുന്നത്. നന്ദി.